إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ولقد ذرأنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل أولئك هم الغافلون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരീ സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ വിജയം വരിക്കുന്ന വിശ്വാസികളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കറിയാം, ഒരു ശുദ്ധമായ വസ്തു, അതെന്ത് സാധനവുമാവട്ടെ, അത് അതിൻ്റെ യഥാർത്ഥ അവസ്ഥ വിട്ട് അഴുകി ദ്രവിക്കുന്നതിന് ജീർണത എന്ന മലയാള പദം നമ്മൾ പ്രയോഗിക്കാറുണ്ട്. സാധാരണഗതിയിലൊക്കെ അഴുകിയ മൃതദേഹങ്ങളെപ്പറ്റി ജീർണിച്ച അല്ലെങ്കിൽ ജീർണമായ എന്നുള്ള പദങ്ങൾ ചേർത്ത് പറയാറുണ്ട്. സത്യത്തിൽ ശരീരങ്ങളെ ബാധിക്കുന്ന ജീർണതകളേക്കാൾ ഇന്ന് ബാധിച്ചിരിക്കുന്ന ജീർണത അധികവും വ്യക്തികളെയും അതുപോലെ തന്നെ കുടുംബങ്ങളെയും ഇവയെല്ലാം അടങ്ങുന്ന സമൂഹത്തെയൊക്കെയാണ്. നമുക്കറിയാം, നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ദീനായ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഒരു മുസ്ലിം ആരാകണം, എങ്ങനെയാകണം, അവനെങ്ങനെ ജീവിക്കണം എന്നതെല്ലാം കൃത്യമായി പഠിപ്പിക്കപ്പെട്ട മതത്തിന്റെ അനുയായികളാണ് നമ്മൾ ഓരോരുത്തരും. ഒരു വ്യക്തി എന്നതിലുപരി അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നതിൽ ഒതുങ്ങാതെ സഹജീവികൾക്ക് വെളിച്ചമാകാനും അവരെ സ്നേഹിക്കാനും സേവിക്കാനും സാന്ത്വനിപ്പിക്കാനും
ഒക്കെ ഒരു മുസ്ലിമിന് കഴിയണം എന്ന് വിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ പഠിപ്പിക്കുന്നു. അത് കൃത്യമായി ഏറ്റെടുത്തവരും അതിന്റെ വാഹകരുമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായ സ്വഹാബത്ത്. ഒരു ചരിത്രത്തിൽ, ഒരു യുദ്ധ ഭൂമിയിൽ ഒരു ചരിത്രം അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കാണാം. യുദ്ധത്തിൽ വെട്ടേറ്റ് കിടക്കുന്ന സ്വഹാബികൾ, മുറിവേറ്റ് കിടക്കുന്ന സ്വഹാബികൾ, മരണത്തോട് മല്ലിടുന്ന 2-3 ആളുകൾ. അതിലൊരാൾ ആവശ്യപ്പെടുകയാണ്, അല്പം വെള്ളം തരൂ എന്ന് പറഞ്ഞ്. ഉടനെ ഒരു സ്വഹാബി ഒരു പാത്രത്തിൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വെള്ളവുമായി ഓടിച്ചെല്ലുമ്പോൾ തൊട്ടപ്പുറത്ത് നിന്ന് ദാഹജലത്തിനു വേണ്ടി വേറൊരാൾ തേടുകയാണ്, ചോദിക്കുകയാണ്. ഉടനെ ആദ്യം വെള്ളം ചോദിച്ച സ്വഹാബി അടുത്ത ആളിലേക്ക് കൊണ്ടുപോയി കൊടുക്കാൻ ആവശ്യപ്പെടുന്നു, അദ്ദേഹത്തിന്റെ കാര്യം മാറ്റിവെച്ചിട്ട്. രണ്ടാമത്തെ ആളിലേക്ക് എത്തുമ്പോൾ തൊട്ടപ്പുറത്തുനിന്ന് വേറൊരു രോദനം കേൾക്കുന്നു വെള്ളത്തിനു വേണ്ടി. അങ്ങനെ മൂന്നാമത്തെ ആളിലേക്കും ഓടിച്ചെല്ലുമ്പോഴേക്കും അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെയാളും ആദ്യത്തെയാളും അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി മടങ്ങിയിരിക്കുന്നു. ഈ ഒരു ചരിത്രത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു പാഠം, മരണവേളയിൽ പോലും ആ ദാഹജലത്തിന് വേണ്ടി കേഴുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് അതിനുവേണ്ടി മറ്റൊരാൾ അന്വേഷിക്കുന്നത് കാണുമ്പോൾ തന്റെ കാര്യം പോലും മാറ്റിവെച്ച് അവരുടെ കാര്യത്തിൽ ഇടപെടാനുള്ള ആ ഒരു മനസ്ഥിതി, അത് സത്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയെടുത്തതാണ്. അത്തരമൊരു മനസ്സാണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ടത്. അതല്ലാതെ നിസ്സഹകരണത്തിന്റെ, മറ്റൊരാൾ ഉയർന്നു വരുമ്പോൾ അവന്റെ ഉയർച്ചയിൽ അസൂയപ്പെടുന്ന, മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കുന്ന, അവരെപ്പറ്റി ഊഹാപോഹങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന അത്തരം മാനസികാവസ്ഥയല്ല ഒരു വിശ്വാസിക്കുണ്ടാവേണ്ടത്. ഒരു പ്രവാചക വചനത്തിൽ നമുക്കിങ്ങനെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്പരം മുസ്ലിമീങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതിന്റെ ആദ്യത്തിൽ തന്നെ പറയുന്നത്, നിങ്ങൾ ഊഹം പഠിയണമെന്നാണ്. മറ്റൊരാളെ പറ്റി, നിങ്ങളുടെ സഹോദരനെ പറ്റി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, തെറ്റായ ചിന്ത നിങ്ങൾ വെച്ച് പുലർത്തുകയും ചെയ്യരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇയ്യാകും വല്ലന്ന ഫഇന്ന വല്ലന്ന അക്ദബുൽ ഹദീസ് വലാ തഹസ്സസു വലാ തജസ്സസു വലാ തഹാസദു വലാ തദാബറു വലാ തബാഗദു വകൂനൂ ഇബാദല്ലാഹി ഇഖ്വാനാ. നിങ്ങൾ ഊഹത്തെ സൂക്ഷിക്കണം, ഊഹത്തെ സൂക്ഷിക്കണം. ഫഇന്ന വന്ന അക്ദബുൽ ഹദീസ്, സംസാരങ്ങളിൽ ഏറ്റവും കളവേറിയത്, കളവായത് ഊഹമാണ്. വലാ തഹസ്സസു, നിങ്ങൾ കാര്യങ്ങളെ ചൂഴ്ന്നന്വേഷിക്കരുത്. അതേപോലെ തന്നെ ചാരപ്പണി നിങ്ങൾ നടത്തരുത്. പരസ്പരം അസൂയ വെച്ച് പുലർത്തരുത്, പരസ്പരം ദേഷ്യപ്പെടരുത്. അവസാനം പറയാൻ, വകൂനൂ ഇബാദല്ലാഹി ഇഖ്വാനാ, നിങ്ങൾ അല്ലാഹുവിന്റെ സ്നേഹം കാണിക്കുന്ന സഹോദരന്മാരായി നിങ്ങൾ തീരാനുള്ളതാണ്. പരസ്പരം സ്നേഹിക്കുന്ന, സാഹോദര്യ ബന്ധം കാണിക്കുന്നവരായി നിങ്ങൾ തീരാന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു പ്രവാചക വചനത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഒരു മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ് അവിടെ ജീർണത വന്നുപെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കുടുംബ തലത്തിൽ കടമകളും കടപ്പാടുകളും നിർവഹിക്കുന്ന, നിറവേറ്റുന്ന മാതാപിതാക്കളാകാൻ, മക്കളാകാൻ, ഇണകളാകാൻ നമുക്ക് കഴിയണം. എന്നാൽ ഇന്ന് നമുക്കറിയാം, കൊട്ടാര സമാനവും മനോഹരവുമായ വീടുകൾ റോഡിന്റെ ഇരു സൈഡുകളിലും നിറഞ്ഞു നിൽക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഒരു ജീർണിച്ച ജഡം പോലെ ദുർഗന്ധം വമിക്കുന്ന വീടുകളാണ്, ആ വീടിന്റെ വീടകങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ വീടാണ്, മനോഹരമാണ്, ആ നാട്ടിലെ ഏറ്റവും നല്ല വീടാണ് എന്ന് നമുക്ക് വീടുകളെ നോക്കി പറയാമെങ്കിലും ആ വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ അവസ്ഥ വളരെ മോശമാണ്. അതുകൊണ്ട് മാനസികമായി, മനസ്സിന്റെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, തസ്കിയത്തുൻ നഫ്സ്, മനസ്സിന്റെ വിശുദ്ധിയാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതാണ്. മനസ്സുകൾ തമ്മിൽ അകന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ എന്റെ കാര്യം, എന്റെ കുടുംബത്തിന്റെ കാര്യം,
എന്റെ ഭാര്യ, എന്റെ മക്കൾ എന്നതിൽ പല ആളുകളും ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു അവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മൾ മറ്റുള്ളവരെ നോക്കി അവന്റെ അല്ലെങ്കിൽ അവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തേണ്ടവരല്ല നമ്മൾ. മറിച്ച് സാധാരണ പറയാറുണ്ട്, ഒരാളുടെ ഒരു കുറവ് നോക്കുമ്പോൾ സത്യത്തിൽ ഒരാളിലേക്ക് നമ്മൾ വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി 3 or 4 വിരലുകൾ നമ്മളിലേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത്. അതായത് ആരാന്റെ കണ്ണിലെ കരട് നമ്മൾ നോക്കുമ്പോൾ സത്യത്തിൽ നമ്മുടെ കണ്ണിലെ കോല് നമ്മൾ കാണുന്നില്ല എന്ന് പറയുന്നത് പോലെ അത്രയേറെ പോരായ്മകളും വീഴ്ചകളും നമ്മളിലുള്ളപ്പോ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ നോക്കി അവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താനും ശ്രമിക്കാറുള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരാളെ തെറ്റിദ്ധരിക്കാനുള്ള എല്ലാ സാഹചര്യവും, അതായത് നിന്റെ ഒരു സഹോദരനെ തെറ്റിദ്ധരിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായാൽ പോലും നീ എന്തെങ്കിലും ഉതിറുകൾ കണ്ടെത്തണം എന്നുള്ളതാണ്. എന്തെങ്കിലും ഉതിറുകൾ കണ്ടെത്തില്ല, അവനങ്ങനെ ചെയ്യില്ല, അവനങ്ങനെ പെരുമാറില്ല, അവനങ്ങനെ ചിന്തിക്കില്ല എന്ന് ഒരു സഹോദരനെ പറ്റി എപ്പോഴും നല്ല ചിന്ത, ഹുസ്നുൽ ദന്ന് വെച്ച് പുലർത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാലോ, ഒരു സമൂഹത്തിൽ ജീർണത വരുന്നതിന്റെ മേഖലകള്, അതുപോലെ തന്നെ ഇടങ്ങള് ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ഹദീസിൽ കാണാം, അന്ത്യദിനത്തിലേക്ക് ഈ ജനത അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി ഹറാമാക്കിയ പല കാര്യങ്ങളും ജനങ്ങൾ ഹലാലാക്കും. പണ്ഡിതന്മാർ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ പറയും, അതിൽ കുഴപ്പമൊന്നുമില്ല എന്ന്. കള്ളിനെ കള്ളെന്ന് പേര് വിളിക്കാതെ വേറെ പേര് വിളിച്ചത് കുടിച്ചോളി എന്ന് പറയും. അതേപോലെ തന്നെ വ്യഭിചാരത്തിന് വ്യഭിചാരം എന്ന് പേര് പറയാതെ അതിൽ തകരാറില്ല, വിവാഹമൊന്നും ആവശ്യമില്ല എന്ന് ആളുകൾ പറയുന്ന ഒരു കാലഘട്ടം വരും എന്ന് വിശ്വാസം പറയാൻ. ഒരു ഹദീസിൽ കാണാം, ലയകൂനുന്ന ഫീ ഉമ്മതി ഉനാസ് യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീർ വൽ ഖംറ വൽ മആസിഫ്. വിശ്വാസം പറയാൻ എന്താ പറഞ്ഞത്? ലയകൂനുന്ന ഫീ ഉമ്മതി ഉനാസ്, എന്റെ ഉമ്മത്തിൽ ചില ആളുകൾ വരും, എന്റെ ഉമ്മത്തിൽ ചില ആളുകൾ കടന്നു വരും. യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ്, അവർ വ്യഭിചാരം ഹലാലാക്കുന്നതാണ്, പുരുഷന്മാർക്ക് പട്ടുവസ്ത്രം ഹലാലാക്കുന്നതാണ്, കള്ള് ഹലാലാക്കുന്നതാണ്, സംഗീതോപകരണം ഹലാലാക്കുന്നതാണ്. ഇതൊക്കെ എന്താ? ഇസ്ലാമിൽ ഹറാമായ കാര്യമാണ്. സംഗീതാസ്വാദനം ഹറാമാണ്, പട്ടുവസ്ത്രം പുരുഷന് ഹറാമാണ്, അതേപോലെ തന്നെ കള്ളു കുടിക്കുക എന്നുള്ള ഹറാമാണ്. പക്ഷെ ഇതെല്ലാം കുടിച്ചോലൊന്നും തകരാറില്ല എന്ന് വേറെ പേരിട്ട് വിളിക്കുന്ന ഒരു കാലം വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഒരു സമൂഹം സാംസ്കാരികമായി അധപ്പതിക്കാനുള്ള എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം സഹോദരങ്ങളെ, ആണും പെണ്ണും എന്ന അതിർവരമ്പുകൾ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നമ്മുടെ ചെറിയ മക്കൾ പഠിക്കുന്ന ക്യാമ്പസുകളിലടക്കം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിന്ന്. പലതും അവരുടെ മനസ്സിലേക്ക് അവരറിയാതെ കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ആൺകുട്ടിയും പെൺകുട്ടിയും 2 ബെഞ്ചിലൊന്നും ഇരിക്കേണ്ടയില്ല, ഒന്നിച്ചിരിക്കട്ടെ. അവർക്ക് 2 ബാത്റൂം ആവശ്യമില്ല, 1 ബാത്റൂം മതി. അങ്ങനെ എല്ലാം ഒന്ന് എന്ന ചിന്ത, അതിലൊന്നും തകരാറില്ല എന്നതിലേക്കുള്ള ഇത്തരം ചിന്തകൾ മക്കളിലേക്ക് ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, ഈ അടുത്ത് കോടതി വിധി വന്നു. എന്താ പറഞ്ഞെന്നറിയുമോ? വ്യഭിചാരം എന്ന പദം അത് മോശമാണെന്ന് പറയാൻ പാടില്ല, അതേപോലെ തന്നെ അവിഹിതം ഇങ്ങനെയുള്ള പദങ്ങളൊന്നും പ്രയോഗിക്കാൻ പാടില്ല, അതൊക്കെ മാന്യമായ പദങ്ങളാണ് എന്നാരാ പറഞ്ഞത്? കോടതി വിധി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനൊന്നുമില്ല, അവിഹിതമില്ല, വ്യഭിചാരമില്ല, ആണും പെണ്ണും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഇടപെടട്ടെ എന്ന നിലയ്ക്ക് നിയമ സംവിധാനങ്ങൾ പോലും അതിന് പിന്തുണ നൽകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കേട്ടു 21 വയസ്സ് വേണം ഒരു പെൺകുട്ടിക്ക് കല്യാണത്തിന് എന്നുള്ള നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലോ 16 or 18 വയസ്സുള്ള സമയത്ത് നിക്കാഹില്ലാതെ, വിവാഹം നടക്കാതെ ആൺകുട്ടിയും പെൺകുട്ടിയും ഒന്നിച്ച് നടന്നാൽ, ഒന്നിച്ച് ജീവിച്ചാൽ, ഒന്നിച്ച് താമസിച്ചാൽ അതിന് കുഴപ്പമില്ല, വിവാഹം നടക്കാൻ പാടില്ല എന്ന്. ഒരു സമൂഹത്തെ എത്ര വലിയ ജീർണതയിലേക്കാണ് ഇത്തരം സംവിധാനങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നു, സമൂഹത്തിൽ ചില ആളുകളുണ്ട്, അവർക്ക് കണ്ണില്ലാഞ്ഞിട്ടല്ല, അവർക്ക് കാതില്ലാഞ്ഞിട്ടല്ല,
അവർക്ക് ചിന്തകളോ അതല്ലെങ്കിൽ ബുദ്ധിയോ മനസ്സുകളോ ഇല്ലാഞ്ഞിട്ടല്ല, മറിച്ച് റബ്ബിതെല്ലാം കൊടുത്തിട്ടും അതിലൂടെ കാര്യങ്ങളെ അവർ മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അള്ളാഹു പറഞ്ഞു, നാളെ പരലോകത്ത് ഒരുപാട് ജിന്നുകളെയും ഒരുപാട് മനുഷ്യന്മാരെയും നരകത്തിലിട്ട് നാം നിറയ്ക്കും. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. ഒരുപാട് മനുഷ്യരെയും ജിന്നുകളെയും നരകാഗ്നിയിലിട്ട് നാം നിറയ്ക്കുന്നതാണ്. എന്തേ അവരുടെ പ്രശ്നം? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്ക് ഹൃദയങ്ങൾ ഉണ്ടതുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ. അവർക്ക് കണ്ണുകൾ ഉണ്ടതുകൊണ്ട് അവർ കാണേണ്ടതുപോലെ കാണുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അവർക്ക് കാതുകളുണ്ടവർ അതുകൊണ്ട് കേൾക്കേണ്ടതിനെ കേൾക്കേണ്ടതുപോലെ കേൾക്കുന്നില്ല. ഉലൈക കൽ അൻആം. അവർ കന്നുകാലികളെ പോലെയാണ്. ബൽ ഹും അദൽ. അല്ല, കന്നുകാലികളെക്കാൾ അതപ്പതിച്ചവരാണ്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ. എന്തേ അവരെ ബാധിച്ചത്? ഗഫലത്താണ്. അവർ അശ്രദ്ധരാണ്. കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ തയ്യാറല്ല. റബ്ബ് കൊടുത്ത കണ്ണുകൊണ്ട് കണ്ട്, റബ്ബ് കൊടുത്ത കാതുകൊണ്ട് കേട്ട്, റബ്ബ് നൽകിയ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കാൻ അവർ തയ്യാറല്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അത്തരക്കാരിൽ ഉൾപ്പെടാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇന്ന് ജീർണത ഏറ്റവും ശക്തമായി ബാധിച്ചിരിക്കുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, കച്ചവട രംഗമല്ല, അല്ലെങ്കിൽ മറ്റങ്ങനെയുള്ള മേഖലകളല്ല, മറിച്ച് ഏറ്റവും കൂടുതൽ സമൂഹത്തെ ജീർണത ബാധിച്ചിരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വിഷയത്തിലാണ്, വിശ്വാസത്തിന്റെ വിഷയത്തിലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു ഉമ്മത്തിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കറിയുമായിരിക്കും, പത്രങ്ങളിലും മാധ്യമങ്ങളിലുമൊക്കെ ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത. കേരളത്തിന്റെ അതിർത്തി പ്രദേശമായ കാസർഗോഡ് ജില്ലയുടെ തൊട്ടപ്പുറത്ത് മംഗലാപുരത്ത് അവിടെ ഒരാൾ മരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് കൂറത്തങ്ങൾ എന്നാണ്. അദ്ദേഹം മരിച്ച് 1, 2, 3 അല്ലെങ്കിൽ ഒരാഴ്ചയോ മറ്റോ ആയിട്ടുള്ളൂ. അവിടെ വലിയ ജാറമുയർന്നു കെട്ടിപ്പൊക്കി അവിടെ പട്ടുവിരിച്ച് അവിടെ എന്തെല്ലാമാണോ ഇസ്ലാം അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറുമായി ബന്ധപ്പെട്ട് പാടില്ല, അരുതേ, ചെയ്യരുതേ എന്ന് പറഞ്ഞിട്ടുള്ളത്, ആ കാര്യമെല്ലാം അവിടെ വന്നു കഴിഞ്ഞാൽ ആളുകൾ അവിടെ ചെല്ലുന്നു, സുജൂദ് ചെയ്യുന്നു, തൊട്ടുമുത്തുന്നു, നേർച്ചകൾ അർപ്പിക്കുന്നു, അവിടുന്ന് നിവേദ്യങ്ങൾ. ഏതാണ്ട് ഒരാൾ മരണപ്പെട്ടിട്ട് ഒരാഴ്ച പോലും തികഞ്ഞിട്ടില്ല. അപ്പം മുസ്ലിം ഉമ്മത്ത് കൂട്ടത്തോടുകൂടി ഇങ്ങോട്ട് ഒഴുകുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് എന്ന്, അതിന്റെ അർത്ഥം എന്താണ് എന്ന്, അതിന്റെ ആശയം എന്താണ് എന്ന്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരാകുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഉമ്മത്ത് തയ്യാറാകുന്നില്ല. അതാണ് ഏറ്റവും വലിയ ജീർണത ബാധിച്ചിരിക്കുന്നത് വിശ്വാസ രംഗത്തെയാണെന്ന് പറയാൻ കാരണം. നമുക്കറിയാം, കോഴിക്കോട് ജില്ലയിൽ അറിയപ്പെട്ട ഒരു ഷേഖുണ്ട്, CM മടവൂർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ മനുഷ്യനെ മുദബ്ബിറുൽ ആലം, ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് അദ്ദേഹമാണ് എന്ന് സ്റ്റേജുകൾ പോലും പബ്ലിക്കായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വേദികളിലൂടെ ഉറച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ മനുഷ്യനോട് നിങ്ങൾ തേടിക്കൊള്ളൂ, ആ മനുഷ്യനോട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളൂ, ചോദിച്ചുകൊള്ളൂ, അദ്ദേഹം അതിന് ഉത്തരം നൽകും, നിങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അദ്ദേഹം പരിഹരിച്ചു തരും എന്ന് ഉറക്കെ ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കാൻ പാവപ്പെട്ട ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നു, ആളുകൾ അത് വിശ്വസിക്കുന്നു, ആളുകൾ അവിടെ ചെല്ലുന്നു, തേടിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, പച്ചയായ ശിർക്ക്. മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബ്ബ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ റബ്ബ് പറഞ്ഞത്? ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഖുൽ നബിയെ, അങ്ങ് തന്റെ ഉമ്മത്തിനോട് പറയണം, പ്രഖ്യാപിക്കണം, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു ദുആ ചെയ്യൂ, വലാ ഉശ്രികു ബിഹി അഹദാ, അവനിൽ ഞാൻ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓതുന്നുണ്ട്. ആ സൂറത്തുൽ ഫാത്തിഹ ഓതി വരുമ്പോ അവിടെ നമ്മൾ ഓരോരുത്തരും ഒരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവിനോട് നമ്മൾ പറയാ, റബ്ബേ, നിന്നോട് മാത്രമേ ഞങ്ങൾ വിളിച്ചു തേടുകയുള്ളൂ, നിന്നെ മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. ഇത് നമ്മുടെ പ്രതിജ്ഞയാണ്. ആ
ആ തേട്ടത്തിന് അല്ലെങ്കിൽ ആ പ്രതിജ്ഞയ്ക്ക് എതിരാകാൻ പാടില്ല നമ്മുടെ ജീവിതം. ഇങ്ങനെ വിശ്വാസ രംഗത്തടക്കമുള്ള മുഴുവൻ ജീർണതകളെയും തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ആ ജീർണതകളിൽ നിന്ന് വിട്ടുനിന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപനങ്ങൾ അനുസരിച്ച്, നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ എല്ലാ മേഖലകളിലും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു. മഴ വ്യാപിച്ചതോടെ നാട്ടിലെങ്ങും പകർച്ച പനികളും പകർച്ച രോഗങ്ങളുമൊക്കെ വ്യാപിച്ചിരിക്കുകയാണ്. സ്കൂളുകൾക്കും സ്ഥാപനങ്ങൾക്കും പോലും അവധികൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഒരു തവണ ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങിച്ച് വീണ്ടും മാറാതെ ആശുപത്രികൾ മാറി 2ഉം 3ഉം തവണയുമൊക്കെ പോയിട്ടും മാറാതെ പ്രയാസത്തിലാണ് നമ്മിൽ പല ആളുകളും ഉള്ളത്. നമ്മുടെ മക്കളുടെ വിഷയത്തിലും ഒക്കെ ആ ഒരവസ്ഥ. ഇത്തരം രോഗങ്ങൾ വരുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വല്ലാത്ത പനി, വിട്ടുമാറുന്നില്ല, അങ്ങനെ തുടങ്ങി പല പറയാൻ പാടില്ലാത്ത വാക്കുകളും അസുഖം വരുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നാവിൽ നിന്ന് വന്നു പോകും. ഒരിക്കലും ഒരു രോഗത്തെ ശപിച്ചു പറയാൻ പാടില്ല. കാരണം ഒരു പനി ബാധിക്കുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു പനി ബാധിക്കുമ്പോൾ 1000 പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിലൂടെ പുറത്തുതരിക എന്നുള്ളതാണ്. സത്യത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രോഗം എന്ന് പറയുന്നത് അതൊരു പരീക്ഷണമാണ്. രോഗം എന്ന് പറയുന്നത് ഒരു തലത്തിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഒരുപാട് തെറ്റുകൾ, പാപങ്ങൾ അതിലൂടെ പൊറുക്കപ്പെടുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പല ആളുകളും അസുഖം വരുമ്പോൾ 5 നേരം കൃത്യമായി നിസ്കരിക്കുന്ന പലരും സുഖമില്ലാതാകുമ്പോൾ നിസ്കാരമായിട്ട് ഒഴിവാക്കും. അസുഖമാകുമ്പോൾ നിസ്കാരം ഒഴിവാക്കുക. ആശുപത്രിയിൽ അഡ്മിറ്റ് ആയാൽ നിസ്കാരം ഒഴിവാക്കുക. കാരണം ആശുപത്രിയിൽ അവിടെ നിസ്കരിക്കാൻ കൊള്ളൂല, അവിടെ വൃത്തിയില്ല, അവിടെ നജസ്സാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നിസ്കാരം ഒഴിവാക്കുക. ആ സമയത്താണ് നമ്മുടെ മരണമെങ്കിൽ കുഫറിലല്ലേ. ഒരവസ്ഥയിലും നിസ്കാരം ഒഴിവാക്കരുത്. ഒരാഴ്ചത്തെ നിസ്കാരമൊക്കെ വന്ന് വീട്ടിൽ നിസ്കരിക്കാമെന്നും പറഞ്ഞ് നിയ്യത്താക്കരുത്. അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെതിരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത്, അവസാന സമയത്ത് 2 സ്വഹാബിമാരുടെ തോളിൽ കൈയിട്ടിട്ട് ആണ് പള്ളിയിലേക്ക് വന്നത്. കാല് നിലത്തുറയ്ക്കുന്നില്ലായിരുന്നു. ആ അവസ്ഥയിൽ പോലും വന്ന് പള്ളിയിലെത്തി നമസ്കരിക്കുകയുണ്ടായി. ഒരു നിലയ്ക്കും വരാൻ പറ്റാത്ത സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലായത്. അപ്പം ഒരു ഘട്ടത്തിലും നമ്മൾ നമസ്കാരത്തെ മാറ്റിവെക്കരുത്. അത് രോഗാവസ്ഥയിലാണെങ്കിലും ആരോഗ്യാവസ്ഥയിലാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും ശ്രദ്ധിക്കണം. ഒരിക്കലും ഒരു അസുഖത്തെ പഴിക്കുകയും ചെയ്യരുത്. അതിലെ ഹൈറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ തേടിക്കൊണ്ടിരിക്കുക. ഇത്തരക്കാരിൽ ഉൾപ്പെടാൻ റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, മുഹറം മാസമാണ്. ഈ വരുന്ന ചൊവ്വ ബുധൻ ദിവസം മുഹറം 9ഉം 10ഉമാണ്. താസുഅ, ആഷൂറ. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞിരുന്നു, മുഹറം 10 ഫിർഔനിനെയും അവന്റെ കിങ്കരന്മാരെയും ചെങ്കടലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുക്കിക്കൊല്ലുകയും മൂസാ നബി അലൈഹിസ്സലാമിനെയും ഇസ്രായേല്യരെയും അല്ലാഹു ചെങ്കടൽ കടത്തി അത്ഭുതകരമായി രക്ഷപ്പെടുത്തുകയും ചെയ്ത ദിവസമാണ് മുഹറം 10. അതുകൊണ്ട് ആ ദിവസം ജൂതന്മാരടക്കം നോമ്പെടുക്കുന്നത്. വസിയാമു യൗമി ആഷൂറ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനതല്ലതി ഖബ്ലഹ. കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ മാത്രം
പ്രതിഫലാർഹമാണ് ഏത് മുഹറം 10 നോമ്പ് എന്നാണ്. നബിയെ ജൂതന്മാരും അത് എടുക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമൻ നത്താസി. മദീന ജീവിതത്തിന്റെ അവസാന സമയത്താണ്. ഞാൻ വരുന്ന വർഷം ജീവിച്ചിരിക്കുമെങ്കിൽ 9 കൂടി എടുക്കും എന്ന് പറഞ്ഞു. എന്തിനാണത്? ജൂതന്മാരിൽ നിന്ന് വിപരീതമാകാൻ, വ്യത്യസ്തമാകാൻ. അതുകൊണ്ട് മുഹറം 9ഉം 10ഉം സുന്നത്താണ്. അല്ലെങ്കിൽ 10ഉം 11ഉം ആ രൂപത്തിലെടുക്കുക. ജൂതന്മാരിൽ നിന്ന് എതിരാവുക എന്നുള്ള നിലയ്ക്ക് മുഹറം 9ഉം 10ഉം അല്ലെങ്കിൽ 10ഉം 11ഉം എന്നുള്ള നിലയ്ക്ക് നമ്മൾ നോമ്പെടുക്കുക. ഇനി ആ 10ന് മാത്രമേ നോമ്പെടുക്കാൻ പറ്റുള്ളൂ, നമുക്ക് മറ്റു പല പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ ആ മുഹറം 10ന്റെ നോമ്പ് നമ്മൾ ഒരിക്കലും ഒഴിവാക്കാതിരിക്കുക. കാരണം ഹദീസിൽ പ്രത്യേകം പുണ്യം പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണ്, ഒരു നോമ്പാണ്. ഐസ്തികമായ കർമ്മങ്ങളിലൂടെ റബ്ബിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക. ധർമ്മങ്ങളിലൂടെയും ഇബാദത്തുകളിലൂടെയും നമസ്കാരങ്ങളിലൂടെയും തഹജ്ജുദുകളിലൂടെയും അള്ളാഹുവിന്റെ കിതാബ് പാരായണം ചെയ്തുകൊണ്ടും എല്ലാം അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്ന വിനയാന്വിതന്മാരായ അവന്റെ ദാസന്മാരിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ നന്മകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ മനസ്സിൽ റബ്ബിട്ട് തന്നിട്ടുള്ള ഹിദായത്തിന്റെ ആ വെളിച്ചം മരണം വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തരുമാറാവട്ടെ. റബ്ബിന്റെ വിളി ഏത് സമയത്ത് വന്നാലും ഈമാനോടുകൂടി അള്ളാഹുവിലേക്ക് മടങ്ങാൻ, റബ്ബ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു നന്മ ചെയ്യുന്ന സമയത്ത്, ഒരു പുണ്യം ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിലേക്ക് തിരിച്ചു മടങ്ങാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാൻ നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധു മിത്രാദികൾ, സഹോദരങ്ങൾ, സത്യവിശ്വാസികൾ എല്ലാവർക്കും അള്ളാഹു പൂർണ്ണമായ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവർക്കും നമുക്കും നാളെ സ്വർഗത്തിൽ ഒത്തുചേരാനുള്ള മഹാഭാഗ്യം റബ്ബ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا توفنا مسلمين والحقنا بالصالحين. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.